ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ഒക്ടോബർ 9 ശുക്രൻ കന്യരാശിയിലേക്ക് രാശി മാറുകയാണ്. അതായത് ശുക്രൻ നീചരാശിയിലേക്ക് രാശി മാറുകയാണ്. നീചരാശ്യാധിപനായിട്ടുള്ള ബുധൻ ശുക്രൻ്റെ രാശി നിൽക്കുന്നു സമയമാണ് ഒക്ടോബർ 23 വരെ. ആ ഒക്ടോബർ 23 വരെ ശുക്രനും ബുധനും രാശി പരിവർത്തനം ഉണ്ട്. അപ്പം ശുക്രന് നീചരാശിയിലേക്കുള്ള രാശിമാറ്റം, ശുക്രൻ്റെ നീചരാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് പ്രത്യേക പ്രഭാവങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നവംബർ 1 വരെ ആ ശുക്രൻ കന്യരാശിയിൽ ഉണ്ടാകും. കന്യരാശി ശുക്രൻ്റെ നീചരാശിയാണ്. ശുക്രന് ബലക്കുറവുള്ള രാശിയാണ്. എങ്കിലും നീചരാശ്യാധിപനായിട്ടുള്ള ബുധൻ ശുക്രൻ്റെ രാശിയിൽ, ആ ബുധനും ശുക്രനും ഒക്കെ രാശി പരിവർത്തനം ചെയ്ത് നിൽക്കുന്ന സമയവും കൂടെയാണ്. അപ്പോൾ പൊതുവെ ഇപ്പം ശുക്രന് നീചസ്ഥിതി കൊണ്ട് ചില പ്രയാസങ്ങൾ വരുമെങ്കിലും അത് നമുക്ക് ചില നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കുമെങ്കിലും ആ ശുക്രൻ്റെ ഉച്ചദൃഷ്ടി ചില രാശികളിൽ വരുന്നത് ചില പോസിറ്റീവ് ഇഫക്റ്റുകളും ആ ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകും. ഇപ്പം കാലപുരുഷൻ്റെ 6ാം ഭാവരാശിയിലാണ് ആ ശുക്രൻ നീചസ്ഥിതനാകുന്നത്. അപ്പോൾ 6ാം ഭാവരാശിയിൽ, കാലപുരുഷൻ്റെ 6ാം ഭാവരാശിയിൽ ശുക്രൻ നീചസ്ഥിതനാകുമ്പോൾ അത് ചില ട്രബിൾസ്, ചില പ്രയാസങ്ങൾ ഉണ്ടാകും. എങ്കിലും ആ 6ാം ഭാവരാശി നിൽക്കുന്ന ശുക്രൻ അതിൻ്റെ 12 ഉച്ചദൃഷ്ടി ചെയ്യുക വഴി ചില പോസിറ്റീവ് ഇഫക്റ്റുകളും നമുക്കുണ്ടാകും. അപ്പോൾ ശുക്രൻ്റെ കന്യരാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് പോസിറ്റീവ് നെഗറ്റീവ് ഇഫക്റ്റുകൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഉണ്ടാകും. ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനം കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ്റെ കന്യരാശിയിലേക്കുള്ള നീചരാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇഫക്റ്റ് ഉണ്ടാക്കും എന്നതാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യം ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും ശുക്രൻ്റെ നീചരാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ധനു കൂറുകാരെന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർ. അപ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ 6ാം ഭാവാധിപനാണ്. അതുപോലെ 11ാം ഭാവാധിപനുമാണ്. 6ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണ് ഒക്ടോബർ 9 അവരുടെ കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുന്നത്. ഈ കർമ്മസ്ഥാനം എന്ന് പറയുന്നത് ശുക്രനെ സംബന്ധിച്ചിടത്തോളം നീച രാശിയാണ്, നീചസ്ഥാനമാണ്. നവംബർ 1 വരെ ആ ശുക്രൻ നീചരാശിയിലുണ്ടാകും. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് കർമ്മസ്ഥാനത്ത് ശുക്രന് ബലക്കുറവ് വരുന്നു, 6ാം ഭാവാധിപന് ബലക്കുറവ് വരുന്നു, 11ാം ഭാവാധിപനും ബലക്കുറവ് വരുന്നു. അപ്പോൾ തൊഴിൽ സ്ഥാനത്താണ് സേവന ഭാവാധിപനായിട്ടുള്ള ശുക്രൻ നീചസ്ഥിതനാകുന്നത് എന്നതുകൊണ്ട് തൊഴിലിടത്ത് നമുക്ക് ഒരു ശ്രദ്ധ വേണം. എന്തെങ്കിലും സഡൻ പ്രോബ്ലം ആ തൊഴിലിടത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകാവുന്ന പ്രോബ്ലംസ്, നമ്മൾ അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കി ബിഹേവ് ചെയ്യണം. വർക്കിലൊക്കെ പ്രഷർ കൂടുന്ന സമയമാണ്. തൊഴിലിടത്തൊക്കെ ചിലപ്പോൾ കോവർക്കേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം ചിലപ്പോൾ വരണമെന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ നമ്മൾ ഈ പണം ഡീൽ ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം, കടം എടുക്കുന്നതിൽ ശ്രദ്ധിക്കണം. അതിനൊന്നും അനുകൂല സമയമല്ല നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പൊതുവെ നമുക്ക് ഈ 6ാം ഭാവാധിപന് ബലം കുറയുമ്പോൾ നമ്മൾ ഈ തൊഴിലിടത്തൊക്കെ നമ്മുടെ ശത്രുക്കളോട് നമുക്ക് മത്സരിക്കാനുള്ള ഒരു ധൈര്യക്കുറവൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. പൊതുവെ ശത്രുക്കളുടെ ശക്തിയൊക്കെ കൂടുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് ഈ 6ാം ഭാവാധിപനായിട്ടുള്ള ആ ശുക്രന് നീചസ്ഥിതി വരിക വഴി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ കഴിവതും നമുക്ക് വർക്ക് ചെയ്യുന്നതിൽ നമ്മുടെ സമയനിഷ്ഠയൊക്കെ ഒന്ന് കൃത്യമായിട്ട് പാലിക്കണം. അതിനുള്ള ഒരു പ്ലാനൊക്കെ നമ്മൾ തയ്യാറാക്കി പോകുന്നത് നല്ലതാണ്. അതുപോലെ ആത്മീയ കാര്യങ്ങളിൽ വീഴ്ചയുണ്ടാകാതെ നോക്കണം.
ശത്രുക്കളുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് അതിനനുസരിച്ച് നമ്മൾ നീങ്ങണം. പൊതുവെ ഈ സമയം തൊഴിലിടത്ത് ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. കാരണം കർമ്മസ്ഥാനത്താണ് ശുക്രന് ബലക്കുറവ് വരുന്നത്. അപ്പോൾ ഒരു കർമ്മസുഖം അവിടെ കുറയാൻ സാധ്യതയുണ്ട്, ഒരു വർക്ക് പ്രഷർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ ശുക്രനും ബുധനും ഒക്കെ രാശി പരിവർത്തനം ചെയ്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് ബുദ്ധിയും യുക്തിയും ഒക്കെ നമുക്ക് ഒന്നിക്കുകയാണെങ്കിൽ നമുക്ക് ആ തൊഴിലിടത്ത് ആ പ്രതിസന്ധികൾ അല്ലെങ്കിൽ ട്രബിൾസ് ഒക്കെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും. കഴിവതും ഈ സമയത്ത് അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. അതുപോലെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് തൊഴിലിടത്ത് പ്രയാസങ്ങൾ മാറിക്കിട്ടും. അതുപോലെ ഈ 11ാം ഭാവാധിപനും നീചസ്ഥിതനാകുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ട്സ്, അതുപോലെ സോഷ്യൽ റിലേഷൻ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ഇവയിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതായത് എന്തെങ്കിലും അപകീർത്തി, എന്തെങ്കിലും അപവാദങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. അപ്പം അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അവ എങ്ങനെ തരണം ചെയ്യും? അപ്പോൾ കഴിവതും അത്തരത്തിലുള്ള അപവാദം, അവഹേളനങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകാം. ചിലപ്പോൾ നമുക്ക് ജോലി തന്നെ വേണ്ട എന്നൊരു തോന്നലൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാക്കാം. അപ്പോൾ അവിടെയൊക്കെ ഒരു ശ്രദ്ധ വേണം, പ്രത്യേകിച്ച് തൊഴിലിടത്ത്. ഇതൊക്കെയാണ് പൊതുവെ ഈ ശുക്രൻ്റെ നീചരാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ടുണ്ടാകാവുന്ന നെഗറ്റീവ് ഇഫക്റ്റ്. അതേസമയം ശുക്രൻ ആ 10ാം ഭാവരാശിയിൽ നീചസ്ഥിതനാണെങ്കിലും ആ ശുക്രൻ അവരുടെ സുഖസ്ഥാനത്ത് 4 ഉച്ചദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് മാത്രവുമല്ല, 17 മുതൽ ജന്മരാശ്യാധിപനായിട്ടുള്ള വേഴം, ആ വേഴം 4ാം ഭാവാധിപനും കൂടിയാണ്. അതും ആ സുഖസ്ഥാനത്ത് ദൃഷ്ടി വരും. അപ്പോൾ സുഖസ്ഥാനത്ത് ശുക്രൻ്റെ ഉച്ചദൃഷ്ടി വരുന്നു, ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു, സുഖസ്ഥാനത്ത് നിൽക്കുന്ന ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ 4ാം ഭാവ സംബന്ധമായ കാര്യങ്ങൾക്ക് വളരെ പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ട് നമുക്ക് ചില പ്രയാസങ്ങൾ അല്ലെങ്കിൽ വർക്ക് പ്രഷർ അല്ലെങ്കിൽ സുഖക്കുറവൊക്കെ അനുഭവപ്പെടുമെങ്കിൽ കുടുംബത്തിൽ നമുക്ക് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് ആ 4 ശുക്രൻ്റെ ഉച്ചദൃഷ്ടി. അപ്പോൾ കുടുംബത്തിൽ നമ്മൾ ബന്ധുക്കൾ തമ്മിൽ നമുക്ക് ഒരു രമ്യത, അവരുമായിട്ടൊക്കെ സന്തോഷം പങ്കിടേണ്ടുന്ന അവസ്ഥകൾ, കുടുംബ സംബന്ധമായ വിഷയങ്ങളിലൊക്കെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. കുടുംബത്തിൽ കമ്മിറ്റ്മെൻ്റൊക്കെ കൂടും. അപ്പോൾ ഏത് കാര്യവും ഇപ്പോൾ കുടുംബ വിഷയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കാര്യങ്ങൾ നിരീക്ഷിച്ച് അപഗ്രഥിച്ച് വേണ്ടുന്ന തീരുമാനമൊക്കെ എടുക്കാൻ കഴിയും. അത് വളരെ നേട്ടങ്ങളുണ്ടാക്കും. ഇപ്പോൾ വസ്തു വാങ്ങാനായാലോ, വീട് പുതുക്കാനായാലോ, വീട്ടിലെ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനോ, അല്ലെങ്കിൽ വാഹനം വാങ്ങുന്ന ഒരു കേസിലായാലോ, അവയൊക്കെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് അത് ഒരു തീരുമാനം എടുക്കാൻ കഴിയും. അതൊക്കെ അനുകൂല സ്ഥിതിയാണ്. പൊതുവെ മാതാവിനോടൊക്കെ നമുക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. മാതാവിനൊക്കെ സന്തോഷം ഉണ്ടാകുന്ന അനുഭവങ്ങളുണ്ടാകും. ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന സമയമാണ്. കുടുംബത്തിൽ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ശ്രമിക്കും. അപ്പോൾ പൊതുവെ കുടുംബത്തിൽ സുഖം സന്തോഷമൊക്കെ അനുഭവപ്പെടും. അതേസമയം തൊഴിലിടത്ത് സുഖം സന്തോഷമൊക്കെ കുറയാനും സാധ്യതയുണ്ട്. ഇതാണ് ഈ ശുക്രൻ്റെ നീചരാശിയിലെ രാശിമാറ്റം കൊണ്ട് ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ഉണ്ടാകാൻ സാധ്യത. ഇനി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ശുക്രൻ കന്നിരാശിയിൽ നീചസ്ഥിതനാകുന്നത് എന്ത് ഇഫക്റ്റ് ഉണ്ടാക്കും നോക്കാം. മകരക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അതുപോലെ തിരുവോണം, അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദം. ഇപ്പോൾ ഈ മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ശുക്രൻ 5ാം ഭാവാധിപനുമാണ്, 10ാം ഭാവാധിപനുമാണ്. അതായത് ശുക്രൻ ഈ കൂറുകാർക്ക് യോഗകാരകനാണ്. അപ്പോൾ യോഗകാരകനായിട്ടുള്ള ശുക്രൻ ഒക്ടോബർ 9 അവരുടെ 9ാം ഭാവരാശിയിൽ, അതായത് കന്നിരാശിയിലേക്ക് ആ ശുക്രൻ രാശി മാറുകയാണ്. ആ കന്നിരാശി ശുക്രൻ്റെ നീചരാശിയാണ്. അപ്പോൾ ശുക്രൻ 9ാം ഭാവരാശിയിലാണ് നീചസ്ഥിതനാകുന്നത്. നവംബർ 1 വരെ ആ ശുക്രൻ 9ാം ഭാവരാശിയിൽ നീചസ്ഥിതനായിരിക്കും. അതേസമയം നീചരാശാധിപനായിട്ടുള്ള ബുധൻ ഒക്ടോബർ 23 വരെ ശുക്രൻ്റെ രാശിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ശുക്രൻ ബുധൻ്റെ രാശിയിലും ബുധൻ ശുക്രൻ്റെ രാശിയിലും രാശി പരിവർത്തനം ചെയ്യുന്നുണ്ട് ഒക്ടോബർ 23 വരെ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് 5ാം ഭാവാധിപന് ബലം കുറയുന്നു, 10ാം ഭാവാധിപന് ബലം കുറയുന്നു, 9ാം ഭാവത്തിലാണ് ആ ബലക്കുറവ് വരുന്നത്. അപ്പോൾ പൊതുവെ നമുക്ക് യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹം നീചസ്ഥിതനാകുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഉന്നത പഠനം നടത്തുന്നവർ, അധ്യാപകർ,
ആധ്യാത്മിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർ, അതുപോലെ ഗുരുക്കന്മാർ, അവരൊക്കെ തന്നെ അവരുടെ മേഖലകളിലൊക്കെ ചില പ്രശ്നങ്ങൾ അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കണം. ആധ്യാത്മികമായിട്ട് ഒരു ശ്രദ്ധക്കുറവ് വേണമെങ്കിൽ വരാം. അതുപോലെ വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ ക്രിയേറ്റീവ് തലത്തിൽ 5-ാം ഭാവാധിപന് ബലക്കുറവ് വരുമ്പോൾ ക്രിയേറ്റീവ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ആശയങ്ങൾക്കൊക്കെ ഒരു സ്വീകാര്യത ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. അതുപോലെ കലാകാരന്മാർക്ക് അവരുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ, തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം. സന്താനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സന്താനങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ ഒരു കെയർ വേണം. അപ്പോൾ പൊതുവെ സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ കൂട്ടേണ്ടുന്ന സമയമാണ്. ഈശ്വര വിശ്വാസം കൂട്ടുന്നത് നമുക്ക് ഈ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കാൻ സഹായകമാകും. പ്രത്യേകിച്ച് 5-ാം ഭാവാധിപന് ബല കുറയുമ്പോൾ ഉപാസനാദി കാര്യങ്ങൾക്ക് സമയം കിട്ടില്ല. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ജപങ്ങളൊന്നും സാധ്യമാകില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് മാനസികമായിട്ടൊരു ടെൻഷൻ ഉണ്ടാക്കും, ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം വരാം എന്നുള്ളത് കൊണ്ട് ഈശ്വരചിന്തയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അതുപോലെ 10-ാം ഭാവാധിപനും ബലം കുറയുകയാണ് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ തൊഴിലിടത്ത് മാറ്റങ്ങൾ വരാം. തൊഴിലിടത്ത് സുഖക്കുറവിന് സാധ്യതയുണ്ട്. തൊഴിലിടത്ത് ഭാഗ്യ തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള ബന്ധമൊക്കെ ചിലപ്പോൾ സ്മൂത്താകണമെന്നില്ല. അവരുടെ പ്രീതിയില്ലായ്മയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുത്തു പോകണം. അപ്പോൾ കഴിവതും ആത്മജ്ഞാനം കൂട്ടുന്നതിനും തൊഴിലിടത്തൊക്കെ കൂടുതൽ അച്ചടക്കവും സംയമനവും ഒക്കെ സ്വീകരിച്ച് പോകുന്നതിന് നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കണം. ഗുരുക്കന്മാരെയൊക്കെ പ്രീതിപ്പെടുത്തുക. അതുപോലെ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ്. അപ്പം ഈ ശുക്രൻ്റെ നീചരാശി സ്ഥിതി കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില പ്രയാസങ്ങൾ ഈ സമയത്ത് വരാം. അതേസമയം ശുക്രൻ ഈ 9-ാം ഭാവരാശിയിൽ നീചസ്ഥിതനായി നിൽക്കുന്നു എങ്കിലും ആ ശുക്രൻ 3-ാം ഭാവരാശിയിൽ ഉച്ച ദൃഷ്ടി ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ 3-ാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകും, പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാകും. അതായത് കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ശക്തമാകും. കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും. നിലവിലെ സൗഹൃദങ്ങളൊക്കെ പുതുക്കുന്നതിനൊക്കെ സാഹചര്യം ഉണ്ടാകും. അതുപോലെ സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് അനുകൂലമായ സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് ചില യാത്രകൾ, പ്രത്യേകിച്ച് യാത്രകൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ മെൻ്റൽ ക്വാളിറ്റിയൊക്കെ മെച്ചപ്പെടുന്ന സമയമായിരിക്കും. നമുക്ക് കലാപ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ സംഗീതം, നൃത്തം അതേപോലെയുള്ള ചില പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതനാകുന്നവർക്ക് അല്പം കോൺസെൻട്രേഷൻ കൊടുക്കാമെങ്കിൽ അതിലൊക്കെ അവർക്ക് തിളങ്ങാൻ കഴിയും. ഇപ്പോൾ ശുക്രൻ്റെ ഉച്ചദൃഷ്ടി പൊതുവെ സന്തോഷകരമായ അനുഭവങ്ങളുണ്ടാകും. സഹോദരങ്ങളുമായിട്ടുള്ള ഭിന്നതയൊക്കെ മാറും. സാമൂഹിക, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിൽ എഴുത്തുകാർക്ക്, പ്രഭാഷകർക്ക്, മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, അവർക്കൊക്കെ ഈ 3-ലെ ശുക്രൻ്റെ ഉച്ചദൃഷ്ടി, അതുപോലെ 3-ല് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നത്, 3-ലേക്ക് 17 മുതൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും അവിടെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിലൊക്കെ കൂടുതൽ തിളക്കം ഉണ്ടാകുന്നതിന് അത് വഴിതെളിക്കും. അതുപോലെ തന്നെ നമുക്ക് പുണ്യ പുരാണ ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവ പഠിക്കുന്നതിനോ സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നതിനൊക്കെ അവസരങ്ങൾ വന്നു ചേരും. അപ്പോൾ പൊതുവെ നമുക്കൊരു വിഷയം അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങളൊക്കെ കാര്യക്ഷമമായിട്ട് വളരെ ഇമ്പ്രസീവായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും. അത് ഈ ശുക്രൻ്റെ 3-ലെ ഉച്ചദൃഷ്ടി കൊണ്ട് അപ്പോൾ പൊതുവെ നമുക്കൊരു സന്തോഷം, ഒരു ഊർജ്ജസ്വലത, ഒരു ധൈര്യം, അപ്പോൾ നമുക്ക് ആശയവിനിമയത്തിലൊക്കെ ക്രമേണ നമുക്ക് കൈവരിക്കാൻ കഴിയും. അപ്പോൾ അത് പോസിറ്റീവ് ഇഫക്റ്റാണ്. അപ്പോൾ ശുക്രൻ്റെ നീചസ്ഥിതി കൊണ്ട് ചില ദോഷങ്ങളുണ്ടെങ്കിലും ചില ഏരിയകളിൽ നമുക്ക് ഗുണാനുഭവം പ്രത്യേകിച്ച് മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ശുക്രൻ നീചരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ്, പോസിറ്റീവ് നെഗറ്റീവ് ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം.
കുംഭക്കുറുകാരെന്ന് പറയുമ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽപ്പെടുന്നവരാണ്. കുംഭക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ 4-ാം ഭാവാധിപനാണ്, കേന്ദ്രഭാവാധിപനാണ്. അതുപോലെ 9-ാം ഭാവാധിപനാണ്, ത്രികോണ ഭാവാധിപനുമാണ്. അപ്പോൾ ആ ശുക്രൻ യോഗകാരകനാണ് കുംഭക്കുറുകാർക്ക്. അപ്പോൾ യോഗകാരകനായിട്ടുള്ള ശുക്രൻ ഒക്ടോബർ 9-ന് അഷ്ടമത്തിലേക്കാണ് രാശി മാറുന്നത്. ഇപ്പോൾ യോഗകാരകനായ ശുക്രൻ്റെ ഈ അഷ്ടമ രാശി ഈ 8-ാം ഭാവം എന്ന് പറയുന്നത് ശുക്രൻ്റെ നീചരാശിയാണ്. ശുക്രന് ബലക്കുറവുള്ള രാശിയാണ്. നവംബർ 1 വരെ ആ ശുക്രൻ അഷ്ടമത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 8-ാം ഭാവ സംബന്ധമായ കാര്യങ്ങൾ, 4-ാം ഭാവ സംബന്ധമായ കാര്യങ്ങൾ, 9-ാം ഭാവ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ഇപ്പം 4-ാം ഭാവാധിപൻ അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ, അതും നീചസ്ഥിതനാകുക എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ സുഖക്കുറവുണ്ടാവും, കുടുംബത്തിലെ പ്രശ്നങ്ങളുണ്ടാകും, മാനസികമായിട്ടൊരു സുഖക്കുറവ്, വൈകാരികമായിട്ടുള്ള ഒരു പിരിമുറുക്കം ഒക്കെ ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ അത് അനുകൂല സ്ഥിതി കാണുന്നില്ല. എന്തെങ്കിലും നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. മാതാവിന് സുഖക്കുറവ്, വീട് വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഈ സമയത്ത് വന്നുവിടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ 9-ാം ഭാവാധിപനും നീചസ്ഥിതനായിട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിലൊക്കെ ഒരു ആലസ്യം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പൊതുവെ ഒരു സന്തോഷമില്ലായ്മ. അപ്പോൾ 9-ാം ഭാവാധിപൻ നീചസ്ഥിതനാകുമ്പോൾ ദൂരയാത്രകളിൽ ശ്രദ്ധിക്കണം. അവർക്ക് ഭാഗ്യതടസ്സങ്ങൾ, ഭാഗ്യഭാവാധിപന് ബലക്കുറവ് വരികയാണ്, ഭാഗ്യതടസ്സങ്ങൾ വരാം, ഭാഗ്യക്കേടുണ്ടാകാം. അപ്പം അവിടെയൊക്കെ നമുക്ക് ഈശ്വരീയമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു പോകേണ്ടുന്ന സമയമാണ്. ഭാഗ്യഭാവാധിപതി നീചസ്ഥിതനാണ്. അപ്പം നെഗറ്റീവ് ചിന്തകൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് അത് പോസിറ്റീവ് ചിന്തയാക്കി മാറ്റണം. നെഗറ്റീവ് ചിന്ത കുറയ്ക്കുന്നതിനും പോസിറ്റീവ് ചിന്ത ഡെവലപ്പ് ചെയ്യുന്നതിനും അത് സഹായകമാണ്. അപ്പോൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ സമയത്ത് ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് കുടുംബ സംബന്ധമായിട്ടോ പഠന സംബന്ധമായിട്ടോ ഒക്കെ വരാം. അതുപോലെ 9-ാം ഭാവാധിപന് നീചസ്ഥിതി വരുമ്പോൾ പിതാവിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ വരാം. അത് 9-ാം ഭാവാധിപൻ പ്രത്യേകിച്ച് അഷ്ടമരാശിയിലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ ഒരു ഭാഗ്യക്കേട്, പിതാവിന് എന്തെങ്കിലും അസുഖങ്ങൾ, ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതേസമയം ഈ അഷ്ടമ ഭാവരാശിയിൽ നിൽക്കുന്ന ശുക്രൻ, ആ ശുക്രൻ അവരുടെ ധനസ്ഥാനത്തേക്ക് 2-ൽ ഉച്ചദൃഷ്ടി ചെയ്യുന്നുണ്ട്. മാത്രമല്ല 17 മുതൽ ധനഭാവാധിപനായിട്ടുമായ ഗുരുവും ആ ധനസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ ശുക്രൻ്റെ ഉച്ചരാശിയിലേക്ക് ധനസ്ഥാനത്തേക്കുള്ള ദൃഷ്ടി എന്ന് പറയുന്നത് അത് പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കും. അതായത് നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊരു പരിഹാരം പെട്ടെന്നുണ്ടാകും. ബാങ്ക് ബാലൻസ് ഒക്കെ കൂടും, ധനവരവിന് സാധ്യതയുണ്ട്. അപ്പോൾ സമ്പാദ്യ വർധനവിന് സാധ്യതയുണ്ട്. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് 4-ാം ഭാവാധിപൻ നീചസ്ഥിതനായിട്ട് വരുന്നു എങ്കിലും ആ 2-ലേക്ക് ഉച്ചദൃഷ്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ സംസാരത്തിലൂടെ നമുക്ക് ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും. അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ക്രമേണ മെച്ചപ്പെടുന്നതിനൊക്കെ അത് വഴിതെളിക്കും. ജീവിത പങ്കാളി വഴിയൊക്കെ നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നതിനൊക്കെ, പ്രത്യേകിച്ച് കുടുംബാവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ വാങ്ങുന്നതിനൊക്കെ സാധ്യതയുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. പൊതുവെ ഭൗതിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു അനുകൂല സാഹചര്യം ആ 2-ാം ഭാവരാശിയിൽ ശുക്രൻ്റെ ഉച്ചദൃഷ്ടി വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചില പോസിറ്റീവ് ഇഫക്റ്റും ചില നെഗറ്റീവ് ഇഫക്റ്റും ഈ ശുക്രൻ്റെ കന്നിരാശിയിലെ നീചസ്ഥിതി കൊണ്ട് കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഉണ്ടാകും എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ധനപരമായിട്ട് നമുക്ക് മേന്മ ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം. ഇനി മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും ഈ ശുക്രൻ കന്നിരാശിയിൽ നീചസ്ഥിതനാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. മീനക്കുറുകാരെന്ന് പറയുമ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം, ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ആര്? ശുക്രൻ 3-ാം ഭാവാധിപനാണ്, അഷ്ടമ ഭാവാധിപനാണ്.
അപ്പം 3ഉം 8ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഒക്ടോബർ 9 അവരുടെ 7ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഈ 7ാം ഭാവം എന്ന് പറയുന്നത് ശുക്രൻ്റെ നീചരാശിയാണ്. അതുപോലെ നവംബർ 1 വരെ ആ ശുക്രൻ നീചസ്ഥിതനായിരിക്കും. അപ്പം 3ാം ഭാവാധിപതി നീചസ്ഥനാകുന്നു, 8ാം ഭാവാധിപതി നീചസ്ഥനാകുന്നു, 7ാം ഭാവത്തിലെ നീച ഗ്രഹം. അപ്പം 3ാം ഭാവാധിപതി നീചസ്ഥിതനാകുക എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സുഖം വരില്ല. കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ, നമ്മുടെ പ്രഭാഷണം കൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ, അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ കെയർ കൊടുത്തു പോകണം. അതുപോലെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പം കഴിവതും ഈ സമയത്ത് വിനയത്തോടുള്ള ഒരു സമീപനം ഈ സമയത്തുണ്ടാകണം. അതുപോലെ നമുക്ക് ഈ തൊഴിലിടത്ത്, ബിസിനസ്സിൽ, അതുപോലെ നമ്മുടെ ദാമ്പത്യ ബന്ധത്തിൽ, നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒക്കെ തന്നെ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടുന്ന സമയമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം, പാർട്ട്നേഴ്സുമായിട്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എന്തെങ്കിലും നഷ്ടസാധ്യതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുത്ത് പോകണം. മാത്രമല്ല, നമുക്ക് ഇപ്പോൾ പുതിയ കരാറുകൾക്കൊക്കെ അപേക്ഷിച്ചിട്ട് കാത്തിരിക്കുന്നവർക്കാണെങ്കിൽ അതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരാം, അനുകൂലമാകണമെന്നില്ല. അതുപോലെ ഷോപ്പിങ്ങിനും പർച്ചേസിലും വഴിയൊക്കെ നമുക്ക് ധനച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജീവിത പങ്കാളിയുടെയൊക്കെ ആരോഗ്യത്തിൽ, 7ാം ഭാവത്തിലാണ് ശുക്രന് നീചസ്ഥിതി വരുന്നത്, ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. 7ാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയവും കൂടെയാണ്. അപ്പോൾ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം. അതുപോലെ ഈ ഗവേഷണത്തിലൊക്കെ ഏർപ്പെടുന്ന 8ാം ഭാവാധിപനും ബലക്കുറവ് വരികയാണ്. അപ്പോൾ ഗവേഷണത്തിലൊക്കെ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് കൂടുതൽ ശ്രദ്ധ വേണം. കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിലോ അല്ലെങ്കിൽ സത്യം കണ്ടെത്തുന്നതിലോ ഒക്കെ ഒരു തടസ്സങ്ങളൊക്കെ അവർക്ക് ഈ സമയത്ത് ഉണ്ടാകാം. കമ്മ്യൂണിക്കേഷനത്തിൽ ശ്രദ്ധിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ദൂരയാത്രകളിലുമൊക്കെ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് ഈ ശുക്രൻ 7ലൊക്കെ നീചസ്ഥിതനായിട്ട് വരിക വഴി. അതുപോലെ തന്നെ നമുക്ക് 8ാം ഭാവാധിപന് വിലക്കുറവ് വരിക എന്ന് പറയുമ്പം ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതുപോലെ ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും ട്രബിൾസ്, അതൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ അസറ്റുകൾ അത് പുനർവിന്യാസം നടത്തി ലാഭകരമാക്കാനുള്ള ഒരു കഴിവൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതേസമയം ഈ 7ാം ഭാവരാശിയിൽ നീചസ്ഥിതനായിട്ട് നിൽക്കുന്ന ശുക്രൻ അവരുടെ ജന്മരാശിയിൽ, ലഗ്നരാശിയിൽ ഉച്ചദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ജന്മരാശിയിൽ ശുക്രൻ്റെ ഉച്ചദൃഷ്ടി, അതുപോലെ 17 മുതൽ ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരുവും ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ നമ്മുടെ വ്യക്തിത്വത്തിന് ഒരു തിളക്കം ഉണ്ടാകാവുന്ന സ്ഥിതി വരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പരിവർത്തനം നമുക്കുണ്ടാകും. നമ്മുടെ ആറ്റിറ്റ്യൂഡിലൊരു മാറ്റം ഉണ്ടാകും. നമ്മുടെ ബാഡ് ഹാബിറ്റിലൊക്കെ ഒരു മാറ്റം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കും. അതൊക്കെ നമുക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കും. നമ്മൾ നല്ല ചിന്തകൾ ഡെവലപ്പ് ചെയ്യും. ഈ നല്ല ചിന്തകൾ ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. അപ്പോൾ കൂടുതൽ ആകർഷകമായിട്ടുള്ള ഒരു വ്യക്തിത്വം, അത് സ്വന്തം കാര്യത്തിന് വേണ്ടി കൂടുതൽ പണച്ചെലവ് അല്ലെങ്കിൽ സ്വന്തം സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയൊക്കെ പണച്ചെലവൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സുഖചിന്തകൾ ഈ സമയത്തുണ്ടാകും. അപ്പം അതിനുള്ള ഒരു ശ്രമമായിരിക്കും ഈ ജന്മരാശിയിൽ ശുക്രൻ്റെ ഉച്ചദൃഷ്ടി വരിക വഴി ഉണ്ടാകുന്നത്. കുറച്ച് ആത്മീയമായിട്ടും അതുപോലെ തന്നെ ഭൗതികമായിട്ടുമൊക്കെയുള്ള ചില സുഖാനുഭവങ്ങൾക്ക് അത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. അതുപോലെ ഈ കലകളിലൊക്കെ ഏർപ്പെടുന്നവർക്ക്, കലാകാരന്മാർക്കൊക്കെ ഒരു കൂടുതൽ വലിയ ഉത്സാഹം, ഒരു ഉത്തേജനമൊക്കെ അനുഭവപ്പെടാവുന്ന സാഹചര്യം ആ ജന്മരാശിയിലെ ശുക്രൻ്റെ ഉച്ചദൃഷ്ടി കൊണ്ടുവരാം. പൊതുവെ നമുക്കൊരു ആത്മവിശ്വാസം കൂടും. അതുപോലെ തന്നെ
ഭാഗ്യ അനുഭവങ്ങൾക്കും അത് സാധ്യത കാണിക്കുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും ആ ശുക്രൻ്റെ ജന്മരാശിയിലെയും ആ ഗുരുവിൻ്റെ ജന്മരാശിയിലേക്ക് ദൃഷ്ടി കൊണ്ടുവരും. പൊതുവെ സുഖാനുഭവങ്ങൾ അതുവഴി ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.